ഹലോ, വെൽക്കം ബാക്ക്. ഉണക്ക ചെമ്മീൻ പൊടി ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും അതുപോലെ ട്രാവൽ ടൈമിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഉണക്ക ചെമ്മീൻ പൊടി. നല്ല ടേസ്റ്റുമാണ്, വളരെ എളുപ്പത്തിലുണ്ടാക്കാനും സാധിക്കും. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അതിനായി ഉണക്ക ചെമ്മീൻ ഒരു 150 ഗ്രാം കഴുകി വൃത്തിയാക്കി നല്ല കട്ടിയുള്ള ഒരു പാനിലിട്ട് വറുക്കുക. തലയില്ലാത്തതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എപ്പോഴും ലോ ഫ്ലെയിം വേണം ഉപയോഗിക്കാൻ, അതല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു കയ്പ്പരസം വരുന്നതാണ്. ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് വറുക്കണം. അത് ഫ്ലെയിമിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് വേരി ചെയ്യും. നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ ചെമ്മീനെടുത്ത് പൊട്ടിച്ചാൽ പെട്ടെന്ന് പൊട്ടി വരും, അതാണ് സമയം. അതിനുശേഷം അത് മാറ്റി വെച്ച് അതേ പാനിൽ തന്നെ ഒരു 10 കിഴക്കൻ മുളക്, മുഴുവൻ ചില്ലി എരിവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വറുത്ത് കോരുക. വറുത്ത മുളക് ഈ ഡിഷിന് ടേസ്റ്റ് കൂട്ടുന്നതാണ്. നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതും മറ്റേ പാനിലോട്ട് മാറ്റി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയതും ചെറിയൊരു പീസ് പുളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 10 ചുമന്നുള്ളിയും കറി ലീവ്സും ഇട്ട് വറുക്കുക. ഇതും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യേണ്ടതാകുന്നു. നന്നായി മരിഞ്ഞ് കഴിയുമ്പോൾ ഈ കൂട്ടും മാറ്റി എല്ലാം കൂടി ബ്ലെൻഡറിൻ്റെ പൾസ് മൂഡിലിട്ടോ അതല്ലെങ്കിൽ ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിലോ നന്നായി ഒതുക്കിയെടുക്കുക. ഒരിക്കലും പൗഡർ ഫോമിലോട്ട് ആക്കരുത്, നല്ല തരിയായിട്ട് ഇരിക്കണം. ഈ കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം മുരിഞ്ഞ് ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചോപ്പറിലാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ അരഞ്ഞു വരില്ല, ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും. ഇതില്ലാത്തവർ മിക്സിയുടെ ബൗളിലിട്ട് പൾസ് മോഡിൽ പൊടിച്ചെടുത്താൽ മതി. ഇനി കേടുകൂടാതിരിക്കാൻ ഒന്നും കൂടി അതേ പാനിലിട്ട് ലോ ഹീറ്റിലിട്ട് ഫ്രൈ ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ദീർഘകാലം കേടുകൂടാതെയും ഇരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.